ഫ്രണ്ട്സ് മുക്താറാണ്. അങ്ങനെ വീണ്ടും 4 മാസത്തിന് ശേഷം നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ലൊരു ഓഫർ വേണ്ട പുതിയ ആളൊന്നല്ല, നമ്മളെ ക്യാഷ് കാർവേളിൽ നമ്മുടെ മുസഫിറിന്റെ ഒപ്പം ഉള്ളത്. ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾ തരാൻ പോകുന്ന 2021 അൾട്രോസ് ഡീസൽ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി 2021 എത്ര ഓട്ടോ ഉണ്ട്? 73 ഓട്ടോ ഓടിയിട്ടുള്ളൂ. നിങ്ങൾ തരാൻ പോകുന്ന 6,30,000 രൂപയ്ക്ക്. കഴിഞ്ഞിട്ടില്ല മോനെ, ഇങ്ങോട്ട് നോക്കിതാ 2022 വാഗണർ വരുന്നുണ്ട്. നിങ്ങൾ തരാൻ പോകുന്ന പ്രൈസ് 5,25,000 രൂപയ്ക്ക്. ഇനി അതേപോലെ തന്നെ നിസാൻ ഫുൾ ലോൺ തരാം. നിസാന്റെ ടെറാനോ വരുന്നുണ്ട് 2014 മോഡൽ മോനെ 3,80,000 രൂപക്കാണ് തരാൻ പോകുന്നത്. അതേപോലെ തന്നെ ബ്രസ വരുന്നുണ്ട്. ബ്രസ എങ്ങനെ ഓഫർ വരുന്നത്? ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്. 9 രൂപ. അതായത് ഫുൾ ലോണിലാണ് ഈ ഒരു വണ്ടികളൊക്കെ തരാൻ പോകുന്നത്. പിന്നെ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, ബഡ്ജറ്റ് കാർ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു നീണ്ട നിറം തരുന്നുണ്ട്, ഒരുപാട് ഓഫർ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടി ഒരു ബെൻസിന്റെ കച്ചവടം ഉണ്ട്. ഈ ബെൻസ് മോഡൽ വരുന്നത് 2009 പുതിയ എല്ലാ പേപ്പേഴ്സും ഫുൾ ഫിറ്റ് ആക്കിയിട്ട് 5 വർഷത്തെ പേപ്പർ അടക്കം ലാസ്റ്റ് എത്ര കൊടുക്കുക? 4 lakh ആസ്കിംഗ് ആണ്. മാക്സിമം നെഗോഷ്യബിൾ കൊടുക്കുക. അപ്പൊ ബെൻസ് എടുക്കാൻ നിങ്ങൾക്ക് 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം ഒന്നും വേണ്ട. 4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 5 വർഷം പേപ്പറുള്ള ബെൻസ് വരെ വന്ന് കൊണ്ടുപോവാം. അതുകൂടാതെ നമ്മളെ രംഗണൻ ഉപയോഗിച്ച കോൾസ് ഇവിടെ അവൈലബിൾ ആണ്. 2003 വണ്ടി എത്ര കൊടുക്കുക? ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി പുതിയ പേപ്പറിൽ അത് ഗ്രീൻ. നമ്മളെ രംഗണ്ണ ഉപയോഗിച്ച് അതേ സാധനം തന്നെ അല്ലേ? പ്രൈസ് വരുന്നത് 1.50 ഫുൾ പേപ്പർ കൊടുക്കും. 1 ഫുൾ പേപ്പറിൽ കൊടുക്കുക. അതേപോലെ തന്നെ 2014 മാഗ്ന പ്ലസ് ഇയോണ് നിങ്ങൾ തരാൻ പോകുന്ന 1.60 ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് ആണ്. അത് പ്രൈസ് എന്തായാലും നെഗോഷ്യബിൾ ഒന്ന് അട്ടിമറിഞ്ഞൊക്കെ ചിലപ്പോൾ 1.5 കിട്ടും. അതേപോലെ തന്നെ ഹോണ്ട സിറ്റി 390 2014 വണ്ടി 390 വരെ കൊടുക്കാം. ഹോണ്ട അമേസ് ഉണ്ട് 2015 330 കൊടുക്കാം. അപ്പോൾ ഓഫർ അല്ലേ? അപ്പം നമ്മൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാ. അതിന് മുമ്പേ തന്നെ നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്ക് അടുത്ത് തറയിട്ടാണ് സ്ഥലത്താണ്. നമ്മുടെ പഴയ കാലിക്കറ്റ് എയർപോർട്ടിന്റെ റോഡാണ്. മഞ്ചേരി ഭാഗത്ത് വരുന്നവർക്ക് കോടങ്ങാട് വഴി കയറാം. കാലിക്കറ്റ് ഭാഗത്ത് വരുന്നവർക്ക് എയർപോർട്ട് വഴി കട്ട്. അപ്പൊ ക്യാഷ് കാർവെല്ലുള്ള ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഞാൻ ഒറ്റ കാര്യം പറയുന്നത്, എവിടുന്ന് വണ്ടി എടുക്കാനുള്ള പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കാം. മുസ്താർ പറഞ്ഞാണ്, മുസഫിർ പറഞ്ഞാണ്, നിങ്ങൾ നോക്കണ്ട. നിങ്ങളെ വണ്ടി, നിങ്ങൾ എടുക്കാൻ പോകുന്ന വണ്ടി, നിങ്ങളെ പൈസ, അത് അവരുടെ ഉത്തരവാദിത്തോട് കൂടി വണ്ടി എടുക്കല് വിശ്വാസപ്പെട്ട ആൾക്കാരെ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കുക. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് പോകാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ അൾട്രോസ് നടത്തി തുടങ്ങാം. ഡീറ്റെയിൽസ് വരുന്നത് 2021 മോഡല് ഡീസൽ എക്സെറ്റ് ആണ്. ഡീസൽ എക്സെറ്റ് ആണ് വരുന്നത്. ബട്ടൺ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വരുന്ന എയർ ബാഗ്സ് ഒക്കെ വരുന്ന ഓപ്ഷൻ. ഓക്കെ, ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്ററോ? ആകെ 73 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല, റീപ്ലേസ് കാര്യം ഒന്നുമില്ല. പ്രൈസ് വരുന്നത് നമുക്ക് 6.30 ആണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ കൊടുക്കാം. 5 മുതൽ 6 വരെ ലോൺ കിട്ടാൻ ചാൻസ്. ലോൺ ചെയ്ത് കൊടുക്കാം. ആ ഒരു വാഗണർ ഓഫർ ആണെന്ന് പറഞ്ഞു. 2022 വണ്ടിയാണ്. 2022 വാഗണർ. ഏത് ഓപ്ഷൻ വരുന്നത്? LXI ആണ്. LXI. ഓൺഷിപ്പോ? സിംഗിൾ ഓൺഷിപ്പ് ആകെ 40 ഓടിയിട്ടുള്ളൂ. ഒന്നുമില്ല. പൈസ നമുക്ക് വെറും 5.25 രൂപ കൊടുക്കാം. 5.25 ലക്ഷം രൂപ 2022 വരെ ലോൺ കിട്ടും. 2022 മോള് 22 6 മാസം ഉണ്ട്. ഓക്കെ, റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ആ ഒരു ടിയാഗോ ഡീറ്റെയിൽസ് വരുന്നത്. ടിയാഗോ 2019 സിംഗിൾ ഓണർ ആണ്. 2019 സിംഗിൾ ഓൺഷിപ്പ്. ഡീസലോ പെട്രോളോ? പെട്രോൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 1 താഴെ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്. നമുക്കൊരു 3.40 ആസ്കിംഗ് ഉണ്ട്. നെഗോഷ്യബിൾ കൊടുക്കാം. ഫുൾ ലോണും കൊടുക്കാം. എത്ര ലാസ്റ്റ് ഫൈനൽ? നമുക്ക് 3.30 കിട്ടും. 3.30 ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാ വരുന്നത്? ഞങ്ങൾക്ക് ടെറാനോ ഉണ്ട്. ടെറാനോ, നിസാൻ, ഒരുപാട് വണ്ടികൾ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് സെലക്റ്റീവ് ആയ വണ്ടികൾ മാത്രം എടുക്കുകയാണ്. നിസാന്റെ ടെറാനോ ഏതാ മോഡൽ? 2014 മോഡൽ XP ആണ്. ഏറ്റവും ടോപ്പിന് ഡീസൽ. ഓൺഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് 1.13 ഓട്ടോ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പ്രൈസ് ആണ് നമുക്ക് വെറും 3.80 കൊടുക്കാം. 3,80,000. നല്ലൊരു പ്രൊഫൈലാണ്. 3 ലക്ഷം വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു 30,000 രൂപ വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ബ്രസകളൊക്കെ ഉണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്. 2019 മോഡൽ ZD. 2019 ഡീസൽ ഓട്ടോമാറ്റിക്. നല്ല മൈലേജ് തന്നെ വണ്ടിയാണ്. ഓക്കെ, നമുക്ക് വെറും 9 ലക്ഷം രൂപ കൊടുക്കാം. ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് തോന്നുന്നുണ്ട്. ആകെ 43 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്. ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എത്ര ലോൺ കയറും? ഫുൾ ലോൺ കൊടുക്കാം. ഓക്കെ, ബ്രസ ഏകദേശം 3 ലക്ഷമൊക്കെ മാർക്കറ്റ് ഉണ്ട്. അന്വേഷിച്ചാൽ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഞാൻ കുറച്ച് മോഡിഫൈ ചെയ്ത വണ്ടിയുണ്ട്. 2018 മോഡൽ ഡീസലാണ്. 2018 ഡീസൽ 18 വടകര രജിസ്ട്രേഷൻ. VD ആണ് വരുന്നത്. 1.32 ഓട്ടം. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് തേർഡാണ്. പ്രൈസ് വരുന്നത് നമുക്കൊരു 7 രൂപ ലെവലിൽ കൊടുക്കാം. 7 ലക്ഷം രൂപ വരെ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഗ്രാൻഡ് ആയിട്ടുണ്ട്. 2018 മോഡൽ ഡീസൽ കേട്ടോ. 2018 ഡീസൽ 25 കിലോമീറ്റർ കമ്പനി മൈലേജ് ആണ് വണ്ടിയാണ്. ഓക്കെ, 3 സിലിണ്ടർ ആണ് വരാം. ഓണർഷിപ്പ്
ഇത് ഓണർഷിപ്പ് 4th ആണ്. കിലോമീറ്റർ 63 ഓടിയിട്ടുള്ളൂ. റിവേഴ്സ് എന്താണോ? ഇത് നമുക്ക് ഓണർഷിപ്പ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് വെറും 3,30,000 കൊടുക്കാം. 3,30,000 ഫുൾ ലോൺ കൊടുക്കാം. 2018 മോഡൽ. 2018 ഫുൾ ലോൺ കൊടുക്കാം. അതായത് 25 മൈലേജ് കിട്ടുന്ന വണ്ടി. i20 ഉണ്ട്. i20 ഏതാ മോഡൽ വരുന്നത്? 2018 മോഡൽ മാഗ്നയാണ്. 2018 മാഗ്ന പെട്രോൾ ഡീസൽ. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 74 അങ്ങനത്തെ ഓടിയിട്ടുള്ളത്. ഓക്കെ. റിവേഴ്സ് ഒന്നുമില്ല. ഇത് നമുക്കൊരു 5,20,000 കൊടുക്കാം. 5,20,000. നല്ല പ്രൊഫൈലാണ്. ഫുൾ ഓൺ ചെയ്ത് മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഡീസൽ ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് വെർണ കൊടുക്കാം. വെർണ ഏതാ മോഡൽ? ഉണ്ടായിട്ട് ഒരു സഡാൻ ടൈപ്പ് വണ്ടി. 11 മോഡൽ SX ആണ്. ഡീസൽ. ഓണർഷിപ്പ് കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓഫർ കൊടുക്കാം. ഓക്കെ. കിലോമീറ്റർ 1,14 ആണ്. നമുക്ക് 2,80 ആസ്കിംഗ് ഉണ്ട്. 2,80 ആസ്കിംഗ്. 2011 മോഡൽ. 2,80 ഡീസൽ കേട്ടോ. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ മുട്ടിച്ച് കൊടുക്കാം. പാർട്ടി വന്നാൽ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് 2 ലക്ഷം ലോണും കിട്ടും ടൈമിൽ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സ്വിഫ്റ്റ് ഉണ്ട്. സ്വിഫ്റ്റ് ഒരു പാകളുള്ള ഒരു വണ്ടി കാണിച്ചാൽ നമുക്ക് ക്വാളിറ്റി വണ്ടി 2012 വണ്ടി ഉണ്ട്. ഡീസൽ പെട്രോൾ. ഡീസൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് ഇല്ല. ആ 1.5 എടുത്തിട്ട് ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. നല്ല ക്വാളിറ്റി വണ്ടി. എടുക്കുന്ന പാർട്ടിക്ക് ഒരു വർക്ക് കൊടുക്കാല്ല. ഇത് 3,20 ആസ്കിംഗ് ഉണ്ട്. ഞങ്ങൾക്ക് പക്ഷേ കൊടുക്കാം. ഓക്കെ. ഒരു ഓഫറുള്ള സ്വിഫ്റ്റ് ഏതാ വരുന്നത്? പെട്രോൾ 2010 ഒരു 1,90 1,80 ലെവൽ ഫൈനൽ 2010 1,90 പെട്രോൾ. ഓണർഷിപ്പ് പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് VXI. കിലോമീറ്റർ 1,20. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് റിഡ്സ്. പിന്നെ അടുത്ത ടിയാഗോ ഉണ്ട്. ടിയാഗോ ഏതാ മോഡൽ വരുന്നത്? 2017 മോഡൽ XC ആണ്. ഇത് നമുക്ക് വെറും 3,20 കൊടുക്കാം കേട്ടോ. ഫുൾ ഓൺ. ഓണർഷിപ്പ് പറഞ്ഞത്? ഓണർഷിപ്പ് സെക്കൻഡ് 82 ഓട്ടം. റീപ്ലേസ് ഒന്നുമില്ല. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. എത്ര ലോൺ കയറും? ലോൺ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹോണ്ട സിറ്റിയോ? അത് 2014 മോഡൽ ഹോണ്ട സിറ്റി ആണ്. ഇത് നമുക്ക് ഒരു 4,40 കൊടുക്കാം. ഹോണ്ട സിറ്റി 14 തന്നെ. ഇതേ ഓപ്ഷൻ ഇതേ വണ്ടികൾ നമ്മുടെ അടുത്ത് 4,10 ഉണ്ട്. 3,90 ഉണ്ട് കേട്ടോ. 2014 ഡീസൽ കേട്ടോ. ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ 93,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇത് 1,20 കൊടുക്കാം. 2010 ആണ്. 2010 ഫോർഡ് ഫിഗോ 1,20 കൊടുക്കാം. ഓക്കെ. 2013 ഷെവർലിന്റെ ബീറ്റ് ഉണ്ട്. 95,000 കൊടുക്കാം. 2013 ബീറ്റ് ഡീസൽ പെട്രോളോ? ഡീസൽ. ഓണർഷിപ്പ് 4th ആണ്. കിലോമീറ്റർ 83. ഏതാ ഓപ്ഷൻ വരുന്നത്? LX ആണ് വരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇതാണ് സിംഗിൾ ഓണർ ബീറ്റ് ഉണ്ട്. കുറച്ച് റേറ്റ് കൂടും. വണ്ടി ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സെലേരിയോ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 2015 മോഡൽ. 2015 VXI കേട്ടോ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 3rd. കിലോമീറ്റർ 78,000. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഉണ്ട്. പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 3,70 കൊടുക്കാം. 3,70,000. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് 2019 ആൾട്ടോ ഉണ്ട്. 2019 ആൾട്ടോ 2,90 കൊടുക്കാം. 2019 ആൾട്ടോ 2,90. 49 ഓട്ടോ കേട്ടോ. 49,000 ഓട്ടോ. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് 2,90 ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആയി കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാം കേട്ടോ. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നത് വാഗണർ 2012 മോഡൽ നമുക്ക് 2,30 കൊടുക്കാം. 2012. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ 73 ഓട്ടം. 73 ഓട്ടം. റീപ്ലേസ് റീപ്ലേസ് ഗ്ലാസിന് പൊട്ടി നമുക്ക് വേണ്ടി മാറ്റി കൊടുക്കാം. ഓക്കെ. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. 2,10 അല്ലേ? 2,30. 2,30 കൊടുക്കാം. ഓക്കെ. ബെൻസ് ഏതാ മോഡൽ വരുന്നത്? 2009 C ക്ലാസ് ആണ് 200. അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ. ഓക്കെ. ഇത് കഴിഞ്ഞതാണോ? പുതിയ എടുക്കുന്ന പാർട്ടിക്ക് പുതിയ പേപ്പർ. ഇതിപ്പോ MHL കിടക്കുന്നത്. കേരള എല്ലാ കാര്യങ്ങളും ഫുൾ പേപ്പേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് നമുക്ക് 4 lakh ആസ്കിങ് നെഗോഷ്യബിൾ ആക്കി കൊടുക്കാം. ഓക്കെ. ഒരു ബെൻസ് നിങ്ങൾക്ക് 4 ലക്ഷം രൂപയ്ക്ക് അത് പുതിയ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ 5 വർഷത്തെ പേപ്പർ എടുത്തിട്ടാണ് തരാൻ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 2016 മോഡല് 800 ആണ്. 2016 800 cc ആയിരുന്നു. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 3rd ആണ്. RXC. കിലോമീറ്റർ 1,10. റീപ്ലേസ് ഉണ്ടോ? പ്രൈസ് ആണ് വരുന്നത്? 2,30 ആസ്കിംഗ് ഉണ്ട്. നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് അപ്പുറം പോകാൻ നാനോകളൊക്കെ ഉണ്ട്. ഒരുപാട് നാനോ ഉണ്ട് കേട്ടോ. നാനൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? നാനോ 55 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 55 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ? 55, 60, 90, 95 ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. നമ്മൾ അപ്പുറത്തെ യാർഡിലേക്ക് പോകാം അല്ലേ? ഈ കോൾസി പച്ച കളർ. വേറെ കളർ ഉണ്ടോ? രംഗണ്ണന്റെ കളറാ മോനെ. പച്ച കോൾസി. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഒറിജിനൽ കേരളയാണ്. 2003 FS. 2003 FS. നമുക്ക് ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് പുതിയ 5 കൊല്ലത്തെ പേപ്പർ എല്ലാം ഫിറ്റ് ആക്കിയിട്ട് 1,80 കൊടുക്കാം. 1,80,000 രൂപയ്ക്ക് 2003 നമ്മുടെ രംഗണ്ണന്റെ കോൾസി സാധനം വന്നിട്ടുണ്ട് മോനെ. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇത് സൈഡ് കൊടുക്കാം. സൈഡ് ഏതാ മോഡൽ വരുന്നത്? 2010 മോഡൽ E8 ആട്ടോ. E8 അല്ലേ വരുന്നത്?
ഓക്കെ ഓൺഷിപ്പ് പറഞ്ഞത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് 1.16 ഓട്ടം. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. നമുക്ക് ഇതൊരു 1.80 ലെവൽ ഇട്ട് കൊടുക്കാം. 1.80 കൊടുക്കാം. 1 lakh ഫിനാൻസും കൊടുക്കാം. 1 lakh ഫിനാൻസ് കൊടുക്കാം. ഒരു 80,000 ഉറുപ്പിക ഉണ്ടെങ്കിൽ എക്സൈറ്റ് എടുക്കല്ലേ. ബൊലേറോ എടുക്കുകയാണെങ്കിൽ ബൊലേറോ ഏതാ മോഡൽ വരുന്നത്? 2009 ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇപ്പം പുതിയ പേപ്പർ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് 2,60,000 രൂപ കൊടുക്കാം. 2,60,000 പുതിയ പേപ്പർ എടുത്ത വണ്ടി 2,60,000 കൊടുക്കാം. 2014 മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ടൈറ്റാനിയം. 2014 ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് ഉണ്ട്. ഓൺഷിപ്പ് പറഞ്ഞത് മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ്. പിന്നെ 1.7 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. ഒന്നുമില്ല. പ്രൈസ് എല്ലാം വർക്കിംഗ് ആണ്. ഇത് നമുക്ക് ഒരു 3,90,000 കൊടുക്കാം. 3,90,000 രൂപ. അത് റേ ആണ്. ഇത് കേരള വണ്ടിയാണ്. ഓക്കെ. നെക്സ്റ്റ് ഹോണ്ട സിറ്റി 2014 നമുക്ക് 4,10,000 രൂപ കൊടുക്കാം. 4,10,000 രൂപയ്ക്ക് 2014 വണ്ടി. ഓണർഷിപ്പ് പറഞ്ഞത്? ഓണർഷിപ്പ് 4th ആണ്. പിന്നെ 96 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. ക്വാളിറ്റി വണ്ടി. 4 ലെവൽ. മുസഫിർ ഈ ഒരു ഹോണ്ട സിറ്റി എങ്ങനെ ഡീറ്റെയിൽസ്? 2014 മോഡൽ നമുക്ക് 3,90,000 കൊടുക്കാം. 2014 3,90,000. ഓൺഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 73 ഓടിക്കും. ഡീസൽ പെട്രോളോ? ഡീസൽ വണ്ടിയല്ലേ? 24 കിലോമീറ്റർ മൈലേജ് ഇട്ട വണ്ടിയാണ്. ഓക്കെ. ഈ ഒരു ഹോണ്ട അമേസോ ഇത് 2015 3,30 കൊടുക്കാം. 2015 ഇത് റിയോ കേരള റിയാണിത്. മറ്റേതോ ഹോണ്ട സിറ്റിയോ? മറ്റേ റിയാണ്ടോ? റിയാണ് വരുന്നത്. അപ്പോൾ ഹോണ്ട എംഎൻസി ഏതാ മോഡൽ വരുന്നത്? 15 മോഡൽ. ഓൺഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1.30. 1.30. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഫുള്ളും കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫുള്ളോൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഇന്ത്യക്ക് ഇത് 2007 വണ്ടിയാണ്. നമുക്ക് 80 രൂപ ചോദിക്കണം. 75,000 രൂപ കൊടുക്കാം. 75,000 പേപ്പർ കേട്ടോ. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്ന ഫിയറ്റിന്റെ ലിനിയാണ്. 2016 മോഡൽ ലിനിയ. 2016 മോഡൽ. എത്ര കൊടുക്കാം? നമുക്ക് 2.5 കൊടുക്കാം. 2.5 കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. 2016 മോഡൽ 2.5 ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാം. ഈ ഒരു ഇയോണോ? ഇത് 2014 മോഡൽ ഇയോണാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1.60 കൊടുക്കാം കേട്ടോ. 1.60. 14 ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.10. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. മേജർ ഒന്നുമില്ല. നമുക്ക് ഒരു 1.60 കൊടുക്കാം. 1.5 ഫിനാൻസും കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഷവർലൈറ്റിന്റെ ക്രൂയിസോ? ഇത് 2011 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2011 ഡീസൽ ഓട്ടോമാറ്റിക്. അന്നത്തെ ഫുൾ ഓപ്ഷൻ സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പ്. LTZ 8 ടോപ്പ് ആണ് വരുന്നത്. കിലോമീറ്ററോ? സെക്കൻഡ് ഓണർ 1.13 ഓട്ടം. റീപ്ലേസ് ഉണ്ടോ? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് 2.90 ആണ് ചോദിക്കുന്നത്. അത് 2.70 കിട്ടിയാൽ കൊടുക്കാം. ഓക്കെ. ഞാൻ നെക്സ്റ്റ് വന്ന ഈ ഒരു 800 മാരുതി 2006 മോഡല്. MTFI ആണ്. 26 എല്ലാ പേപ്പേഴ്സും ഉണ്ട്. AC ആണോ? AC ഇല്ല. നോൺ AC. എത്ര കൊടുക്കാം? നമുക്ക് 65 കൊടുക്കാം. നോക്കാം. ഓക്കെ. ഈ ഒരു ഫോണിന്റെ ഫിഗോ അത് പണി കഴിഞ്ഞിട്ടില്ല. ഷോപ്പാണ്. ഇനി ഓമ്നി ഉണ്ട് കേട്ടോ. ഓമ്നി എത്ര റേറ്റ് വരുന്നത്? 2003 ഉണ്ട്. MPFI 2003 MPFI 27 പേപ്പറിലുണ്ട് കേട്ടോ. എത്ര ചോദിക്കുന്നത്? നമുക്ക് ഇതൊരു 65,000 രൂപ കൊടുക്കാം. 65 രൂപ കൊടുക്കാം. ഓക്കെ. ആ ഒരു ഈക്കോ ഏതാ? 7 സീറ്റർ ആണോ 5 സീറ്റർ ആണോ? 7 സീറ്റർ ആണ്. 7 സീറ്റർ 2011 മോഡല്. 2011 മോഡല്. AC ഇല്ലല്ലോ? AC ഇല്ല. 7 ഇല്ല. AC വരില്ല. ഓണർഷിപ്പോ? ഇത് ഓണർഷിപ്പ് 4th ആണ്. നമുക്കൊരു 1.40 കൊടുക്കാം. ഇല്ല. മേജർ ഒന്നുമില്ല. ഓട്ടോ ഫിനാൻസും കൊടുക്കാം. ഓക്കെ. ഈ ഒരു ആൾട്ടോ 2011 സിംഗിൾ ഓണർ വണ്ടി. 1.30 ചോദിക്കുന്നത്. 80 രൂപ ഫിനാൻസും കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ആ ലോഡ്ജോ റിനോൾഡിന്റെ ലോഡ്ജ് 2015 മോഡൽ വണ്ടിയാണ്. 2015. അതായത് ഒരു കാരവനൊക്കെ ആക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി അല്ലേ? ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ് 1.13 ഓട്ടം. 1.13. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? 3 ചോദിക്കണേ. 2.5 ഫിനാൻസും കൊടുക്കാം. 3 ചോദിക്കുന്നത്. 2.5 ഫിനാൻസ് കൊടുക്കാം. 1 lakh ഉണ്ടെങ്കിൽ ലോഡ്ജ് ഇവിടെ നിറക്കാം. 2015 മോഡൽ. ഈ ഒരു ഇയാണോ? അത് 2014 മാഗ്നർ ബസ് ആണ്. ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. 1.60 കൊടുക്കാം. ഓണർഷിപ്പോ? ഇത് ഓണർഷിപ്പ് 3 ആണ്. പിന്നെ 1 അടുത്ത് ഓടിയിട്ടുണ്ട് കേട്ടോ. റീപ്ലേസ് ഉണ്ടോ? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 1.60 ചോദിക്കുന്നുണ്ട്. 1.5 ഫിനാൻസും കൊടുക്കാം. 1.5 ഫിനാൻസും കൊടുക്കാം. അപ്പോൾ പൈസ ഒന്നും വേണ്ട. 1.5 ലാസ്റ്റ് കൊടുക്കല്ലോ. അപ്പോൾ എന്തായാലും മുസഫിറിന്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ അടിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവരെ നമ്പറിലേക്ക് ഒരു ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ കാറ്റലോഗ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. ലാസ്റ്റ് 635 നമ്പർ ഇന്നതാണ്. അതിലേക്ക് ആയിട്ടിട്ട് ഒരു കാര്യമില്ല മോനെ അല്ലേ? അങ്ങനല്ലേ? ഷോറൂമിന്റെ എല്ലാ വണ്ടിന്റെ ഡീറ്റെയിൽസും ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ബാഗ് വിളിച്ചോളൂ.